സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിയുടെ താളം തെറ്റുന്നു. പദ്ധതിയുടെ ഭാഗമായ ദിവസ കരാർ വേതന തൊഴിലാളികൾക്ക് കഴിഞ്ഞ 2 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല. സൂചനാ സമരത്തിന് പിന്നാലെ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് ജീവനക്കാർ. വയോജനങ്ങൾക്കായി മാറ്റിവെക്കേണ്ട സമയമാണിത്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായ ദിവസ കരാർ വേതന ജീവനക്കാരാണിവർ. കഴിഞ്ഞ 2 മാസമായി ശമ്പളം കിട്ടിയിട്ട് മറ്റു വഴിയൊന്നുമില്ലാത്തതിനാലാണ് ഇവർ ഇങ്ങനെ സമരത്തിനിറങ്ങിയത്. ശമ്പളം ലഭിക്കാത്തതിനാൽ പലരും ജോലി തന്നെ ഒഴിവാക്കിപ്പോയി. ഇങ്ങനെ ശമ്പളത്തിൽ ഡിലേ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിലൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്ക് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. വയോജനങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കൊഴിഞ്ഞുപോക്ക് സ്റ്റാഫ് ടേൺ ഓവർ ഉണ്ടാകുമ്പോൾ അതിന് നമ്മുടെ വയോമിത്രം പദ്ധതിയുടെ ക്വാളിറ്റി അത് ബാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അവരെ സമ്പർക്കത്തിലേർപ്പെട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ ആ സ്റ്റാഫ് കൊഴിഞ്ഞ് പുതിയൊരു സ്റ്റാഫ് വരികയാണ്. അപ്പോൾ അത് നമ്മുടെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. 65 വയസ്സിന് മുകളിൽ പ്രായമായവരുടെ മാനസിക, ശാരീരിക, സാമൂഹിക പരിചരണമാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേരത്തെ നൽകിയിരുന്ന മരുന്നുകൾ വെട്ടിക്കുറച്ചതും പ്രതിസന്ധിയാണ്. വാർദ്ധക്യമായ ആളുകൾക്ക് വയോജനത്തിൽ നമ്മുടെ ഉപഭോക്താക്കൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം തന്നെയാണ് മെഡിസിൻ. അത് ചുരുങ്ങുന്നതനുസരിച്ചിട്ട് ഈ വയോമിത്രം പദ്ധതിയിൽ കൊടുക്കേണ്ട ഒരു ഫുൾ ഫ്ലെഡ്ജുള്ള ഒരു ആ പ്രൊജക്റ്റിൻ്റെ ഫുൾ ആസ്പെക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. 2010 വയോമിത്രം പദ്ധതി ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത്. ജീവനക്കാരുടെ കരാർ കാലാവധി വെട്ടിക്കുറച്ച് നടപടി പിൻവലിക്കുന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിലവിലിവർ സൂചനാ സമരം നടത്തിയത്. 24 കോഴിക്കോട്.